എല്ലാ സജ്ജനങ്ങൾക്കും എൻ്റെ വിനീത നമസ്കാരം. ശുഭദിനം നേരുന്നു എല്ലാവർക്കും. ഭഗവാന്റെ അനുഗ്രഹം എല്ലാവർക്കും എപ്പോഴും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമുക്കിന്ന് പ്രചേതസ്സുകളുടെ കഥ എന്ന 19-ാം ദശകത്തിലെ 8-ാമത്തെ ശ്ലോകം നോക്കാം. അവാപ്യകാന്താം തനയാം മഹീരുഹാം തയാരമധ്വം ദശലക്ഷവത്സരീം സുതോസ്തു ദക്ഷോ നനു തക്ഷണാച്ഛമാം പ്രയാസ്യധേതി ന്യഗതോ മുദൈവതാൻ. അവാപ്യകാന്താം തനയാം മഹീരുഹാം തയാരമധ്വം ദശലക്ഷവത്സരീം സുതോസ്തു ദക്ഷോ നനു തക്ഷണാച്ഛമാം പ്രയാസ്യധേതി ന്യഗതോ മുദൈവതാൻ. മഹീരുഹാം തനയാം കാന്താം അവാപ്യ തയാ ദശലക്ഷവത്സരീം രമധ്വം ദക്ഷഃ സുതഃ അസ്തു തത്ക്ഷണാത് നനു മാം പ്രയാസ്യധ ഇതി മുദാ ഏവ താൻ ന്യഗതഃ. ഇവിടെ കണ്ടു മഹർഷിക്ക് ഈ പ്രമ്ലോജ എന്ന അപ്സരസ്ത്രീയിൽ ഒരു കുഞ്ഞ് ജനിക്കുകയാണ്. കുഞ്ഞിൻ്റെ പേരാണ് മാരിഷ എന്ന്. ആ കുഞ്ഞ് ജനിച്ച കഴിഞ്ഞ ഉടനെ ഈ അപ്സരസ്ത്രീ എന്ത് ചെയ്തെന്ന് വെച്ചാൽ കുഞ്ഞിനെ അവിടെ ഇട്ടിട്ട് അച്ഛനായ കണ്ടു മഹർഷിയെ ഏൽപ്പിച്ചിട്ട് അങ്ങ് പോവുകയാണ്. പിന്നീട് ആ കുഞ്ഞിനെ എടുത്ത് വളർത്തുന്നത് വൃക്ഷങ്ങളാണ്. അതുകൊണ്ട് വൃക്ഷങ്ങൾ വളർത്തിയ കന്യകയാണ് മാരിഷ. ആ കുമാരിയെ വിവാഹം ചെയ്ത് ദീർഘകാലം സുഖിച്ചുകൊള്ളാനാണ് ഭഗവാന്റെ കൽപ്പന. അങ്ങനെ അവരിൽ ഒരു പുത്രൻ ജനിക്കുമെന്നും ഉടനെ ഭഗവത് സായുജ്യം ലഭിക്കുമെന്നൊക്കെ അനുഗ്രഹിച്ചിട്ട് ആണ് ഭഗവാൻ അപ്രത്യക്ഷനാകുന്നത് ഈ പ്രചേതസ്സുകളോട്. ഈ വരങ്ങളെല്ലാം ഭഗവാൻ സന്തോഷിച്ച് കൊടുക്കുന്നതാണ് എന്ന് പറഞ്ഞിരിക്കുകയാണ് ഇവിടെ. അവാപ്യ കാന്താം തനയാം മഹീരുഹാം. അവാപ്യ ലഭിച്ചിട്ട് എന്താണ് ലഭിച്ചത്? കാന്തയായിട്ട് തനയാം മഹീരുഹാം വൃക്ഷങ്ങളുടെ മകളെയാണ് ഇവിടെ ഭാര്യയായിട്ട് പ്രിയതമയായിട്ട് ലഭിക്കുന്നത്. അങ്ങനെ ലഭിച്ചിട്ട് തയാ ദശലക്ഷവത്സരം അവളോടുകൂടി എത്ര വർഷം? 10 ലക്ഷം ദശലക്ഷം സംവത്സരം രമധ്വം രമിച്ചുകൊള്ളുവൻ. നിങ്ങൾ സുഖമായിട്ട് സന്തോഷകരമായിട്ട് അടിയൊന്നും ഉണ്ടാക്കാതെ വഴക്കൊന്നും കൂടാതെ സന്തോഷകരമായിട്ട് താമസിക്കാൻ അനുഗ്രഹിക്കുകയാണ്. തയാ അങ്ങനെ അവളോടുകൂടി സുതോസ്തു ദക്ഷോ നനു തക്ഷണാച്ഛമാം. ദക്ഷഃ എന്ന് പറഞ്ഞാൽ ദക്ഷൻ എന്നൊരു പുത്രൻ ഉണ്ടാകട്ടെ എന്ന് അനുഗ്രഹിച്ചു. അസ്തു തക്ഷണാത് നനുമാം ഉടനെ തന്നെ നിങ്ങൾ പ്രയാസ്യധ എന്നെ പ്രാപിക്കുമെന്ന് പറഞ്ഞാൽ മോക്ഷം ലഭിക്കും, സായുജ്യം കിട്ടും. ഇതി മുദാ ഏവ താന്യഗതഃ എന്നിങ്ങനെ സന്തോഷത്തോടുകൂടി ആ ഭഗവാൻ അവരോട് അരുളി ചെയ്തു എന്നാണ് ഈ ശ്ലോകത്തിൽ പറഞ്ഞിരിക്കുന്നത്. ഈ ശ്ലോകം കൊണ്ട് ഉദ്ദേശിച്ചിരിക്കുന്നതും അതുതന്നെയാണ്. ഭഗവാൻ ചോദിക്കാതെ തന്നെയാണ് ഈ വരങ്ങളെല്ലാം കൊടുക്കുന്ന അന്തര്യാമിയാണ് ഭഗവാൻ. എല്ലാം അറിഞ്ഞങ്ങനെ ദാനം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ വൃക്ഷങ്ങളുടെ മകളായ മാരിഷയെ വിവാഹം കഴിച്ച് അതായത് ദശലക്ഷം വർഷം താമസിക്കുക സുഖമായിട്ട്. അത് കഴിഞ്ഞ് ആരാണോ ഈ അതായത് ഭഗവാനെ സ്മരിക്കുന്നത് അവർക്ക് അന്തര്യാമിയായ ഭഗവാൻ ചോദിക്കാതെ തന്നെ എന്തഭീഷ്ടത്തെയും സാധിച്ചു കൊടുക്കും എന്നാണ് സൂചിപ്പിച്ചിരിക്കുന്നത്. ഇവിടെ യാതൊരുവനാണോ ഇവിടെ സന്ധ്യാനേരത്ത് ഇവരെ സ്മരിക്കുന്നത് അവൻ സഹോദരങ്ങളോട് സമത്വഭാവവും ഭൂതസൗഹൃദത്വവും ഉള്ളവനായി ഭവിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇത് ഭാഗവതത്തിൽ പറഞ്ഞിരിക്കുന്നതാണ് കേട്ടോ. ഇതിനെ നമുക്കറിയാം ഭാഗവതത്തിൽ പറഞ്ഞിരിക്കുന്നതിൻ്റെ സംക്ഷിപ്ത രൂപമാണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത്. അതുപോലെ തന്നെ യാതൊരുവനാണോ പ്രഭാതത്തിലും സന്ധ്യയിലും ഈ രുദ്രഗീതം കൊണ്ട് നമ്മളെ സ്തുതിക്കുന്നത്, അതായത് നമ്മെ സ്തുതിക്കുന്നതെന്ന് പറഞ്ഞാൽ ഭഗവാനെ സ്തുതിക്കുന്നത്, അവന് ഞാൻ എല്ലാ അഭീഷ്ടത്തെയും വരത്തെയും ജ്ഞാനത്തെയും പ്രദാനം ചെയ്യും. ആ പിതാവിൻ്റെ ആജ്ഞ ശിരസാവഹിച്ച നിങ്ങളുടെ കീർത്തി, സസന്തോഷം സ്വീകരിച്ച നിങ്ങളുടെ കീർത്തി ആ ത്രിലോകങ്ങളിലും വ്യാപിക്കും എന്നൊക്കെയാണ് ഭാഗവതത്തിൽ പറഞ്ഞിരിക്കുന്നത്. ഇവിടെ ഞാൻ ഈ ശ്ലോകത്തിൽ ഇത് പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ എപ്പോഴും ഭഗവാനെ വിചാരിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മളും അങ്ങനെ തന്നെയാണ് അല്ലേ? ആ ഭഗവാനെ വിചാരിച്ച് ഭഗവാനെ പ്രാർത്ഥിച്ചാൽ ചോദിക്കാതെ തന്നെ ഭഗവാൻ എല്ലാ ആഗ്രഹങ്ങളും സാധിച്ചു തരും. എൻ്റെ അനുഗ്രഹം നിങ്ങൾക്ക് എപ്പോഴും ഉണ്ടാകും. ബ്രഹ്മാവിന് സമാനനായ ഒരു പുത്രൻ ഉണ്ടാകുമെന്നാണ് പ്രചേതസ്സുകളെ ഭഗവാൻ അനുഗ്രഹിച്ചത്. അവൻ്റെ പരമ്പര കൊണ്ട് ത്രൈലോക്യങ്ങളും പൂർണ്ണമാകും. ആ പരമ്പര കൊണ്ട് 3 ലോകങ്ങളും നിറയും എന്നാണ് പ്രചേതസ്സുകളെ അനുഗ്രഹിച്ചത്.
അവാപ്യ കാന്താം തനയാം മഹീരുഹാം മഹീരുഹാം തനയാം കാന്താം അവാപ്യ എന്ന് പറഞ്ഞാൽ വൃക്ഷങ്ങളുടെ പുത്രിയായ മാരിഷ എന്ന കന്യയെ ഭാര്യയായി ലഭിച്ചിട്ട് ഇങ്ങനെ ബ്രഹ്മാവിന് സമനായ ഒരു പുത്രനെ ലഭിച്ച് അത് കഴിഞ്ഞ് മോക്ഷത്തെയും കിട്ടുമെന്ന് ഈ ശ്ലോകത്തിൽ പറഞ്ഞിരിക്കുന്നു. അവാപ്യ കാന്താം തനയാം മഹീരുഹാം തയാരമധ്വം ദശലക്ഷവത്സരീം സുതോസ്തു ദക്ഷോ നനു തക്ഷണാച്ഛമാം പ്രയാസ്യധേതി ന്യഗതോ മുദൈവതാൻ. അപ്പോൾ ഇങ്ങനെ വരങ്ങളെല്ലാം കൊടുത്ത് ഭഗവാൻ മറയുന്നു. ഇനി അടുത്തത് 9ാമത്തെ ശ്ലോകത്തിൽ നമുക്ക് ആ പ്രചേതസ്സുകളുടെ ദാമ്പത്യം എങ്ങനെയായിരുന്നു എന്നാണ് പറയുന്നത്. നന്നായിട്ട് സന്തോഷമായിട്ട് ദശലക്ഷ വത്സരങ്ങൾ ജീവിക്കാൻ അനുഗ്രഹിച്ചു. അതിനി പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല അല്ലേ. തതശ്ചതേ ഭൂതലരോധിനസ്തരൂൻ ക്രുധാദഹന്തോ ദ്രുഹിണേന വാരിതാഃ ദ്രുമൈശ്ച ദത്താം തനയാമവാപ്യതാം ത്വദുക്തകാലം സുഖിനോഭിരേമിരേ. തതശ്ചതേ ഭൂതലരോധിനസ്തരൂൻ ക്രുധാദഹന്തോ ദ്രുഹിണേന വാരിതാ ദ്രുമൈശ്ച ദത്താം തനയാമവാപ്യതാം ത്വദുക്തകാലം സുഖിനോഭിരേമിരേ. തതഃ ച തേ ഭൂതലരോധിനഃ തരൂൻ ക്രുധാ ദഹന്തഃ ദ്രുഹിണേന വാരിതാഃ ദ്രുമൈഃ ദത്താം താം തനയാം അവാപ്യ ത്വദുക്തകാലം സുഖിനഃ അഭിരേമിരേ ച. പിന്നെ ഭഗവാൻ വരങ്ങൾ നൽകി മറഞ്ഞതിന് ശേഷം പ്രചേതസ്സുകൾ വെള്ളത്തിൽ നിന്ന് കരയ്ക്ക് കയറി വന്നു ഇല്ലേ. ആ ഇങ്ങനെ അതുവരെ 10,000 സംവത്സരം തപസ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു അവർ. മുകളിൽ ഭൂമിയിലേക്ക് കയറി വന്നു കഴിഞ്ഞപ്പോൾ ഭൂമിയിലെല്ലാം ഇങ്ങനെ വൃക്ഷങ്ങൾ നിറഞ്ഞ് കവിഞ്ഞ് നിൽക്കുകയാണ്. അപ്പോൾ ഇവരെന്ത് ചെയ്തെന്ന് ചോദിച്ചാൽ അങ്ങനെ കാടായി കിടക്കുന്നത് കണ്ട് പ്രാചീന ബർഹിസ് ഭഗവത് സാരൂപ്യം പ്രാപിച്ചു പോയത് ഇവരെ രാജ്യഭാരം ഏൽപ്പിച്ചിട്ടല്ലേ പോയത്. ആരുമില്ലാത്ത അവസ്ഥയായിരുന്നല്ലോ. അപ്പോൾ ഈ ഉടനെ പ്രചേതസ്സുകൾ കോപിച്ചിട്ട് എന്ത് ചെയ്യുന്നറിയോ, വായിൽ നിന്ന് കാറ്റും തീയും എല്ലാം സൃഷ്ടിച്ച്, ഇവർക്ക് തപശക്തി ഉണ്ടല്ലോ ഇപ്പോൾ, ആ മരങ്ങളെ എല്ലാം ഇങ്ങനെ ദഹിപ്പിക്കാൻ തുടങ്ങി. തതശ്ചതേ ഭൂതലരോധിനസ്തരൂൻ. ആ പ്രചേതസ്സുകൾ ഭൂമണ്ഡലം മുഴുവൻ ഇങ്ങനെ ആ തരൂൻ എന്ന് പറഞ്ഞാൽ വൃക്ഷങ്ങളെ കൊണ്ട് നിറഞ്ഞതായി കണ്ടിട്ട് ക്രുധ ദേഷ്യപ്പെട്ട് കോപത്തോടെ ദഹന്തോ എന്ന് പറഞ്ഞാൽ ദഹിപ്പിക്കാൻ തുടങ്ങി. ദ്രുഹിണേന വാരിതാഹ. അപ്പോൾ ദ്രുഹിണേന എന്ന് പറഞ്ഞാൽ ഇവിടെ ബ്രഹ്മാവിനാൽ വാരിതാഹ തടസ്സപ്പെടുത്തി, ബ്രഹ്മാവ് വന്ന് അത് തടഞ്ഞു. ദ്രുമൈഹി എന്ന് പറഞ്ഞാൽ മരങ്ങൾ എന്ത് ചെയ്തു, അതിൽ പ്രസാദിച്ചിട്ട്. അപ്പോൾ അവരെ ദഹിപ്പിക്കുന്നത് ബ്രഹ്മാവ് തടഞ്ഞിട്ടാണെങ്കിലും തൽക്കാലത്തേക്ക് ആ പ്രവൃത്തിയിൽ നിന്ന് മരങ്ങൾ രക്ഷപ്പെട്ട ബാക്കിയുള്ള മരങ്ങൾ എന്ത് ചെയ്തു, ദത്താം താം തനയാം തങ്ങളുടെ മകളെ അവാപ്യ അങ്ങ് കൊടുക്കുകയാണ്. മകളെ അങ്ങ് കൊടുത്തു. മരങ്ങൾ കൊടുത്ത അവാപ്യ എന്ന് പറഞ്ഞാൽ ലഭിച്ചിട്ട് സ്വീകരിച്ചിട്ട് ആ പ്രചേതസ്സുകൾക്ക് ഈ മകളെ മരങ്ങൾ ദാനമായി കൊടുക്കുകയാണ്. ത്വദുക്തകാലം എന്ന് പറഞ്ഞാൽ ത്വം ഉക്തകാലം. ഭഗവാൻ പറഞ്ഞിരുന്നു ഇല്ലേ, ദശലക്ഷവത്സരീം എന്ന് കഴിഞ്ഞ ശ്ലോകത്തിൽ പറഞ്ഞിരുന്നു. ആ തയാരമധ്വം അവളോടുകൂടി ദശലക്ഷവത്സരീം 10 ദശലക്ഷം, അതായത് 10 ലക്ഷം വത്സരങ്ങൾ സുഖമായി താമസിക്കാനാണ് അനുഗ്രഹിച്ചിരുന്നത്. അതനുസരിച്ച് ഇവിടെ വൃക്ഷങ്ങൾ മകളെ കൊടുത്തു, ആ മകളെ സ്വീകരിച്ചു. ഇനി ത്വദുക്തകാലം അങ്ങ് പറഞ്ഞ അത്രയും കാലം സുഖിനോഭിരേമിരേ സുഖമായി താമസിക്കുകയും ചെയ്തു എന്നാണ് ഈ ശ്ലോകത്തിലെ അർത്ഥം. ഇത് 9ാമത്തെ ശ്ലോകമാണ്. നമുക്ക് 10ാമത്തെ ശ്ലോകം കൂടെ നോക്കാം. 10ാമത്തെ ശ്ലോകം കൊണ്ട് ഈ ദശകം പ്രചേതസ്സുകളുടെ ആ കഥ എന്ന ഈ ദശകം അവസാനിക്കുകയാണ്. അവാപ്യ ദക്ഷം ച സുതം കൃതാധ്വരാഃ പ്രചേതസോ നാരദലബ്ധയാ ധിയാ അവാപുരാനന്ദപദം തഥാവിധഃ ത്വമീശവാതാലയനാഥ പാഹി മാം. അവാപ്യ ദക്ഷം ച സുതം കൃതാധ്വരാഃ പ്രചേതസോ നാരദലബ്ധയാ ധിയാ അവാപുരാനന്ദപദം തഥാവിധഃ ത്വമീശവാതാലയനാഥ പാഹി മാം. പ്രചേതസഃ ദക്ഷം സുതം അവാപ്യ കൃതാധ്വരാഃ നാരദലബ്ധയാ ധിയാ ആനന്ദപദം അവാപുഃ ച ഈശ
വാതാലയനാഥ തഥാവിധ ത്വം മാം പാഹി. അവാപ്യ എന്ന് പറഞ്ഞാൽ ഇവിടെ ലഭിച്ചിട്ട്. ദക്ഷം ച സുതം കൃതാധ്വരാഹ, ദക്ഷനെന്ന പുത്രനെ അങ്ങനെ സ്വീകരിച്ചിട്ട് ലഭിച്ചിട്ട്. കൃതാധ്വരാഹ എന്ന് പറഞ്ഞാൽ അധ്വര കൃത, അധ്വരാഹ അധ്വരങ്ങൾ, അതായത് യാഗങ്ങൾ ചെയ്തിട്ട്. നാരദലബ്ധയ, നാരദനിൽ നിന്ന് കിട്ടിയ. ധിയ എന്ന് പറഞ്ഞാൽ ജ്ഞാനം, അറിവ്. ആനന്ദപദം അവാബുഹൂച്ച, ആ നാരദനിൽ നിന്ന് കിട്ടിയ അറിവിൽ, അതായത് പരമാത്മജ്ഞാനം ലഭിച്ചിട്ട്. അവാബുഹു ച ആനന്ദപദം, ഇവിടെ പരമാനന്ദപദം ഏതാണ്? മോക്ഷമാണ്. ഭഗവാനിൽ മുക്തി പ്രാപിക്കുകയാണ്, മോക്ഷം പ്രാപിക്കൂ. ഈ പ്രചേതസ്സുകൾ അങ്ങനെ മോക്ഷം പ്രാപിച്ചു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഈശ വാതാലയനാഥ, ഇവിടെ ഈശ്വരനെ വിളിച്ച് പറയുകയാണ്. ഭഗവാനെ, ഗുരുവായൂരപ്പ, അപ്രകാരമുള്ള ഇങ്ങനെയെല്ലാം പ്രവർത്തിക്കുന്ന ഈ പ്രചേതസ്സുകൾക്ക് മോക്ഷത്തെ കൊടുത്തു, പുത്രനെ കൊടുത്തു, ആ 10 ലക്ഷം വത്സരം താമസിക്കാൻ, സുഖമായി കഴിയാൻ വരം കൊടുത്തു. ഇങ്ങനെയെല്ലാം ഉള്ള ഗുരുവായൂരപ്പ, അവിടുന്ന് എന്നെ രക്ഷിക്കണേ. മാം പാഹി ത്വം, അവിടുന്ന്. തഥാവിധ, അപ്രകാരം ഇങ്ങനെയെല്ലാം പ്രവർത്തിക്കുന്ന ഭഗവാനെ ഗുരുവായൂരപ്പ, അപ്രകാരം എന്നെയും രക്ഷിക്കണമേ എന്ന് ശ്രീ മേൽപ്പത്തൂർ പ്രാർത്ഥിക്കുകയാണ് ഇവിടെ. അപ്പോൾ അവാപ്യദക്ഷം ച സുതം കൃതാധ്വരാഹ പ്രചേതസോ നാരദലബ്ധയാ ധിയ അവാപുരാനന്ദപദം തഥാവിധ ത്വമീശവാതാലയനാഥ പാഹി മാം. കൃഷ്ണ, ഗുരുവായൂരപ്പ, എന്നെയും രക്ഷിക്കണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഈ ശ്ലോകം ഇവിടെ അവസാനിപ്പിക്കാം. അതുപോലെ ഈ ദശകവും ഇവിടെ അവസാനിക്കുകയാണ്, 19ാം ദശകം. എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഭഗവാൻ ഗുരുവായൂരപ്പൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഒരിക്കൽ കൂടി നന്ദി.